എല്ലാവർക്കും ഗെയിമൊക്കെ കളിക്കാൻ ഇഷ്ടമല്ലേ? അപ്പം നമുക്കൊരു സ്വന്തമായി ഉണ്ടാക്കിയ ഗെയിം കളിച്ചാലോ? അത് അതിനേക്കാൾ ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് AI ഉപയോഗിച്ച് എങ്ങനെയാണ് സ്വന്തമായിട്ടൊരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ നോക്കാം. കോഡിംഗ് ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾ നോർമൽ ചാറ്റ്സ് AI എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാൻ സജസ്റ്റ് ചെയ്യുക, അതിൽ പ്രീവിയസ് വീഡിയോ കാണുന്നത് നല്ലതായിരിക്കും. എങ്ങനെയാണ് AI വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് വൈപ്പ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ. വൈപ്പ് കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ഉപയോഗിച്ച് കോഡിംഗ് ഒന്നും അറിയാത്ത ഒരാൾ എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബേസിക്കലി അവർ ഉദ്ദേശിക്കുന്നത് വൈപ്പ് കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് ഒരു ജാവാസ്ക്രിപ്റ്റ് ഗെയിം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വൈപ്പ് കോഡിങ്ങിലൂടെ. ബേസിക്കലി എല്ലാം ഞാൻ പ്രോംപ്റ്റ് ചെയ്യും, AIയോട് പറയും, ആൻഡ് എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ഒരു ഗെയിം ഡെവലപ്പ് ചെയ്ത് എനിക്ക് തരണം. ഇതൊരു സിമ്പിൾ ഗെയിം ആയിരിക്കും, പക്ഷേ ജസ്റ്റ് ഇതൊരു ഡെമോ ആയിട്ട് കാണുക. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് AI യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഗ്രോക്ക് എന്നുള്ളൊരു LLM ആണ്. ഗ്രോക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, എക്സ് അല്ലെങ്കിൽ ട്വിറ്ററിൻ്റെ ഒരു AI എഞ്ചിനാണ്. അപ്പോൾ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡീപ്പ് സെർച്ച് ഫങ്ഷനാലിറ്റി ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ് ചെയ്യാം. ഡീപ്പ് സെർച്ച് എന്താണെന്നൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതിന് ആദ്യം ഒരു പ്രോംപ്റ്റ് കൊടുത്ത് നോക്കാം. അപ്പോൾ ഗ്രോക്ക് ഇതിന് എന്ത് ഔട്ട്പുട്ടാണ് നമുക്ക് തരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബേസിക് ഡിസൈൻ ഓഫ് എ ഗെയിം ഇതിൽ കിട്ടണം. അപ്പോൾ ആൻസർ ഇപ്പോൾ വരും. ഇതൊരു സിമ്പിൾ ഡിസൈനാണ്. നമുക്കിത് ഇനി എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കോഡിങ് ആണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം, ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ഗ്രോക്കിനേക്കാൾ നന്നായിട്ട് കോഡിങ് ചെയ്യുന്നത് ക്ലോഡാണ്. ക്ലോഡിൻ്റെ സോണറ്റ് എന്ന് പറഞ്ഞ LLM. അപ്പോൾ നമുക്കിനി ക്ലോഡ് യൂസ് ചെയ്ത് ഈ ഒരു ഡിസൈൻ കോഡിലേക്ക് ആക്കി നോക്കാം. അപ്പോൾ അടുത്തത് അതാണ്. ഞാനിതിന് ഇപ്പോൾ നമ്മൾ ക്ലോഡിലെത്തി. Claude.ai ഞാൻ എൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. എനിക്ക് ഷൂട്ടർ 3 വിത്ത് സിംഗിൾ HTML പേജ് വേണം. ഞാനിത് ഗ്രോക്ക് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോണറ്റ് എന്ന് പറഞ്ഞ LLM ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സോണറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം സോണറ്റ് ഇവിടെ റൈറ്റ് സൈഡിൽ കോഡ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും വലിയൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കൊടുത്തു. ആൻഡ് സോണറ്റിന് അത് റീഡ് ചെയ്യാൻ പറ്റി. ആൻഡ് ദേ ഹാവ് സ്റ്റാർട്ടഡ് ഇംപ്ലിമെൻറ്റിങ് ദ ഗെയിം. നമ്മുടെ ഗെയിം കോഡ് റെഡി ആക്കിയിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ ഗെയിമാണ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത്. യൂഷ്വലി ക്ലോഡിൽ ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ ഒരു ഇൻട്രാക്റ്റീവ് ടെർമിനലൊക്കെ വരും. പക്ഷേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ചില സമയത്ത് ബ്രൗസർ സപ്പോർട്ടിൻ്റെ ഒക്കെ പ്രശ്നം കാരണം ഇത് വർക്ക് ചെയ്ത് വരും. നമുക്ക് തൽക്കാലം ഈ കോഡ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും. ഈ കോഡ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമുക്കൊന്ന് സേവ് ചെയ്യാം. നമുക്ക് ഒരു പുതിയൊരു HTML ഫയലായിട്ട് സേവ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഒന്നും കൂടി ഗെയിം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇത് ഞാനിപ്പോൾ കഴ്സറിൽ പേസ്റ്റ് ചെയ്തേക്കുന്നതാണ്. ഈ ഗെയിം അതേപടി കോപ്പി ചെയ്തതാണ്. ഇതാണ് ക്ലോഡ് വിൻഡോ. ഞാനതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് ആ ഗെയിം. നമുക്ക് മൂവ്മെൻ്റ് കീ പ്രസ്സിൽ കാണാൻ മൂവ്മെൻ്റൊക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ എനിമി. ഓക്കെ, ഒരു വെടി വെച്ചപ്പോഴേക്കും പോയെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് അടുത്ത ആൾ വന്നു. ഓക്കെ കണ്ട, ഇതിൽ 2 എനിമിയാണ് വന്നത്. നമ്മൾ 5 പ്രാവശ്യം വെടി വെച്ചു. അപ്പോഴേക്കും നമ്മൾ വിന്നായി. ഇതിപ്പോൾ നമുക്കിനി എൻ്റെ കോംപ്ലക്സിറ്റിയൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് കഴ്സറിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ.
അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴ്സറിൽ വരിക, ഇതിൽ ഇപ്പോൾ ഷിഫ്റ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഏജൻറ്റ് മോഡിലായിരിക്കും കഴ്സർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളൊരു പുതിയ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഏജൻറ്റ് മോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു 50 ക്വറി ഏജൻറ്റ് മോഡിൽ നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ എൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ടയർ തീർന്നു കാരണം ഞാൻ ഇപ്പോൾ ആസ്ക് മോഡിലിട്ടിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബേസിക്കലി നമ്മളിപ്പോൾ ബ്രൗൺ എനിമിയാണ് കണ്ടത്. ചേഞ്ച് ദ എനിമി കളർ ടു ബ്ലൂ. ഇപ്പോൾ ഇത് മോഡലിനോട് ചോദിച്ചിട്ട് ഇവിടെയാണ് ആ എനിമി കളർ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ചേഞ്ച് ദ കളർ ടു ബ്ലൂ. സോ നമുക്കിത് നോക്കാം. നമുക്ക് ഈ എനിമി മെറ്റീരിയൽ എവിടെയാണെന്ന് നോക്കിയിട്ട് ഓക്കെ, കളറ് ഇപ്പോൾ 0 ആണ്. ഇത് 000 FF ആക്കാനാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ FF ആക്കാനാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടാവുമെന്ന്. ഓക്കെ, ഓക്കെ ഇതാണ് ആ ഗെയിം. കണ്ടോ, എനിമി ഡാർക്ക് ബ്ലൂ ആയി. ഇത്രയേ ഉള്ളൂ. നമുക്കിനി എന്ത് എഡിറ്റ് വേണമെങ്കിലും ഈ കഴ്സറിൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഡെമോ ആയിട്ട് കാണിച്ചാണ്, ഒരു ചേഞ്ചിങ് കളർ സിമ്പിൾ സംഭവം. ഇപ്പോൾ എത്ര സിമ്പിളാണെന്ന് മനസ്സിലായില്ല, ഒരു ഗെയിം ഉണ്ടാക്കുക എന്നുള്ള, ഒരു വെബ് ബേസ്ഡ് ഗെയിം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക. നമ്മൾ ബേസിക്കലി ആദ്യം ഗ്രോക്കിനോടൊരു ഡിസൈൻ ചോദിച്ചു. ഗ്രോക്കിൻ്റെ ഡിസൈൻ ക്ലോഡ് എന്നുള്ള AI ചോദിച്ചു ഒരു കോഡ് ഉണ്ടാക്കി തരാൻ. ആ കോഡ് നമ്മൾ കഴ്സർ എന്നുള്ള IDയിൽ ഇട്ടിട്ട് ജസ്റ്റ് സേവ് ചെയ്ത് കളിച്ചപ്പോൾ തന്നെ അത് കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് കഴ്സറിൽ തന്നെ നിന്നിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനോ എന്താണെന്ന് വെച്ചാൽ അത് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ക്ലോഡിലും ചെയ്യാം, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്തത് കഴ്സറാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ AI വെച്ചുള്ള ഗെയിംസ് ട്രൈ ചെയ്യുക, കളിച്ച് നോക്കാം. താങ്ക് യു.